ഹലോ നമസ്കാരം, എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ആഫ്റ്റർനൂൺ തോട്ടാണ്. അതായത് നിങ്ങളെ പറ്റിയിട്ട് എന്താണ് നിങ്ങളുടെ വ്യക്തി ചിന്തിച്ചത്. ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്നൊക്കെ പെൻഡിലത്തിനോട് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർഡ് റീഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ക്ലൂസും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം മെസ്സേജ് നോക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ ടൈംലെസ് ആണ്. ആർക്ക് വേണേലും എപ്പോൾ വേണേലും കാണാം. അത് മാത്രമല്ല ഇത് ആരുടെയും മുന്നിലേക്ക് നിങ്ങൾക്ക് റെസിനേറ്റ് ആകുന്നതാണെങ്കിൽ നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് എത്തും. അങ്ങനെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണെന്ന് നിങ്ങൾ ഓർത്തോണം കേട്ടോ. പിന്നെ എൻ്റെ ഇതിനകത്ത് വോയിസ് കട്ടാകുന്നുണ്ടെങ്കിൽ ഹെഡ്സെറ്റ് വെച്ചൊന്ന് കേൾക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നന്നായിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ. നമഃശിവായ. എല്ലാവരും നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കേട്ടോ. ഇതിനകത്തൊരു സൈസ് എനർജി വിട്ടിട്ടെ. നമഃശിവായ. നമഃശിവായ. നമ്മൾ മഹാദേവൻ്റെ അടുത്താണ് വെക്കുന്നത്. അപ്പം നമ്മൾ കാർഡ് ഞാൻ ഷഫിൾ ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിക്കാവേ. ഓക്കെ. എനർജി എന്താ നിങ്ങളെ പറ്റിയിട്ട് ഉച്ചയ്ക്ക് എന്താണ് ചിന്തിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ചിലപ്പം ഒരുപാട് പേര് അതായത് ഈ നിങ്ങളുടെ പേഴ്സൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, ഒരുപാട് ബന്ധങ്ങളിൽ പോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇതായിരിക്കാം പുള്ളിക്ക് ട്രൂ ആയിട്ട് തോന്നിയിരിക്കുന്ന ഒരു ലവ്. മനസ്സിലായോ? അതായത് ഹേർട്ടിൽ തട്ടിയിട്ടുള്ളൊരു ലവ് ഇതായിരിക്കാം. അതുപോലെ തന്നെ നിങ്ങളോടുള്ള സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. നിങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് നൈറ്റിലെ ഒരിതും കാണിക്കുന്നുണ്ട്. അതുപോലെ അതായത് എസ്റ്റർഡേ നൈറ്റ് തോട്ടും കാണിക്കുന്നുണ്ട്. അതായത് അയാൾക്ക് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് ഈ സമയത്ത് കേട്ടോ. അതായത് രാത്രികാലങ്ങളിലൊന്നും അയാൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊരു ഇതും കാണിക്കുന്നുണ്ട്. അതുപോലെ ഒരു കിങ്ങസ് വാർഡ്, ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലേഡിയുടെ എനർജിയും കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇതിനകത്ത് ഒരു സ്ട്രോങ് ആയിട്ടൊരു ലേഡി നിൽക്കുന്നുണ്ട്. രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. നിങ്ങളായിരിക്കാം അവിടെ ഇതായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചിരി സ്ട്രോങ് ആയേക്കാം. മനസ്സിലായോ? നിങ്ങൾ ഈ ടൈമിൽ സ്ട്രോങ് ആയിരിക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ഇത് സഹിച്ചവരായതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഇയാളുടെ കൂടെ നിൽക്കുന്ന ആൾ സ്ട്രോങ് ആണ്. അതിനിപ്പം അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. കാണുന്നവരെങ്ങനെയാണോ അങ്ങനെ എടുക്കുക. രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ അയാൾക്ക് പറ്റുന്നില്ല. ഒരുപാട് എന്താ പറയുന്നത്, അയാളുടെ തിങ്കിങ്ങിൽ അയാൾക്ക് പണം ഉണ്ടാക്കണം എന്നൊരു മൈൻഡും വരുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ അയാൾക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, ഓഫർ ദൈവം കൊടുക്കുന്നുണ്ട്. അയാൾക്ക് ഒരുപാട് ഓഫർ കൊടുക്കുന്നുണ്ട്. ഒന്നിലും അയാൾക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. അയാൾക്ക് മുമ്പിലെല്ലാം നല്ലതായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നിലും അയാൾക്ക് പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അയാളുടെ മനസ്സിൽ 24/7 എന്ന് പറയത്തില്ലേ, 24 മണിക്കൂറും നിങ്ങളുടെ ഒരു ചിന്തയിലാണ് അയാൾ ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം അയാൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഉപേക്ഷിക്കേണ്ടിയിരുന്നില്ല, നിങ്ങളായിരുന്നു അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ട്രൂ ലവ് കേട്ടോ. അയാളുടെ ജീവിതത്തിലെ ഒരു പാർട്ട് തന്നെ നിങ്ങളായിരുന്നു എന്ന് അയാളിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ്. ഒരു അട്രാക്ഷൻ, ഒരു പാഷൻ. എന്താണ്, നിങ്ങൾ ചിലപ്പം ബ്യൂട്ടി ആയിരിക്കാം, നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം ഈ നിങ്ങളുടെ വ്യക്തിയോ ചിലപ്പം കാണാനൊക്കെ നല്ല അഴകുള്ള ആളായിരിക്കാം. ഭയങ്കര എന്താ പറയുന്നത്, ഹാൻസം ആയിട്ടുള്ള ആളായിരിക്കാം. അല്ലെങ്കിൽ കണ്ടാൽ തന്നെ പെട്ടെന്നൊരിത് അട്രാക്ഷൻ തോന്നുന്ന ഒരു വ്യക്തിത്വമായിരിക്കാം. ചിലപ്പോൾ സ്വഭാവത്തിലായിരിക്കാം, അല്ലെങ്കിൽ കാണുമ്പോൾ തന്നെ ആയിരിക്കാം. എന്തോ ഒന്ന് അയാളിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഒരു സ്വഭാവം അതിപ്പം അവിടെ സംഭവിക്കുന്നുണ്ട്. അയാൾ അതിനെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് പാഷനാണ് ഈ ലവിനോട് അയാൾക്ക് പാഷൻ. അത് ചിലപ്പോൾ നേരത്തെ ഇല്ലായിരുന്നായിരിക്കാം. ഇപ്പം ഓവറായിട്ട് അതിനെ പറ്റിയിട്ട് തിങ്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ചിന്തിക്കുന്നുണ്ട്. ഒരുപാട് വ്യക്തികളുടെ എനർജി കയറി വരുന്നുണ്ട്. റെസിനേറ്റ് ആകുന്ന മാത്രം എടുക്കുക കേട്ടോ. നമുക്ക് കുറച്ച് കാർഡും കൂടി ഒന്ന് ഷഫിൾ ചെയ്തതിന് ശേഷം നമുക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം, കോൾ ചെയ്യുമോ, കോൾ ചെയ്യത്തില്ലേ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതുപോലെ തന്നെ കുറച്ച് മെസ്സേജും ക്ലൂസും ഒക്കെ നമുക്ക് എടുക്കാം കേട്ടോ. ചിലപ്പം നിങ്ങൾ സൈലൻ്റ് ആയിപ്പോയായിരിക്കും. ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളൊരു എനർജിയും കൊടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും കേട്ടോ ഇപ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ സൈലൻ്റ് ആകുമ്പം മാത്രമേ ഉള്ളൂ ഇയാൾക്ക് അവിടെ ഒരു ഇത് ഉണ്ടാകത്തുള്ളൂ. എന്താ പറയുക, ആക്ഷൻ എടുക്കണം. അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും പുറകെ ചെല്ലുന്നതാണെങ്കിൽ ഇയാൾ വരില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ സൈലൻ്റ് ആയിട്ടുണ്ട്. ഒരു ഹെർമിറ്റ് മോഡിലേക്ക് നിങ്ങൾ മാറിയിട്ടുണ്ട്. മനസ്സിലായോ? ദ ഹെർമിറ്റ്, നിങ്ങളൊരു ഹെർമിറ്റ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്.
ആ സമയം നിങ്ങൾ സൈലൻ്റ് ആകുമ്പോൾ ഇയാൾക്ക് ഭയങ്കര പേടിയാണ്. നിങ്ങൾ വിട്ടു പോവോ അതോ നിങ്ങൾ പോവാണോ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത ഇയാളിട്ട് അലട്ടുന്നുണ്ട് കേട്ടോ. ഉച്ചയ്ക്കൊക്കെ അയാൾ അതാണ് ചിന്തിച്ചിരിക്കുന്നത്, ഓവറായിട്ട് ചിന്തിച്ചിരിക്കുന്നത് അതാണ്. പിന്നെ കിങ് ഓഫ് സ്വാർഡ്സ് കുതിച്ച് വരണം, നിങ്ങളിലേക്ക് പെട്ടെന്ന് വരണമെന്ന് ആ നിമിഷം നിങ്ങൾക്ക് എന്ത് പറ്റുന്നൊരു ചിന്ത വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വന്നേ തീരുന്നുള്ളൊരു പെട്ടെന്നൊരു ഇത് അയാൾക്ക് ഉണ്ടാകുന്നുണ്ട് അവിടെ കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. എങ്കിലും നിങ്ങളുടെ തോട്ടിലാണ് നിൽക്കുക, നിങ്ങളുടെ ചിന്തയിലാണ്. അതുപോലെ തന്നെ ക്യൂൻ ഓഫ് സ്വാർഡ്സ്, അതായത് ഇതിനകത്ത് പൂർവികരുടെ ഇതുണ്ട്, അനുഗ്രഹം കാണുന്നുണ്ട്. അത് മാത്രമല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സ്ട്രോങ് ആയിട്ടുള്ള ലേഡി ഉള്ളത് കൊണ്ട് തന്നെ ഒന്നിനും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല. പേജ് ഓഫ് സ്വാർഡ്സ് അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങളെ നല്ല രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ പറ്റിയിട്ട് ഓവറായിട്ട് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പറ്റി, നിങ്ങൾ എന്താ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയത്, നിങ്ങൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ. ഞാൻ പറഞ്ഞില്ലേ രാവിലത്തെ കാർഡും ഇപ്പോഴത്തെ കാർഡും തമ്മിൽ സെയിം ആണ്. കാരണം ആ ഒരു ചിന്ത ഇപ്പോഴും അലട്ടുന്നുണ്ട്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ മാറി, നിങ്ങളൊക്കെ സ്ട്രോങ് ആയി, എന്നെ കാണുന്ന വ്യക്തികളൊക്കെ സ്ട്രോങ് ആയി, ഇല്ലെങ്കിൽ സ്ട്രോങ് ആകും ഉടനെ തന്നെ. കാരണം നിങ്ങൾ ആ ഒരു മുകളിലേക്ക് വന്നപ്പം നിങ്ങളുടെ വ്യക്തിക്ക് ടെൻഷനായിപ്പോയി. കാരണം എപ്പോഴും പുറകെ ചെല്ലുമ്പോൾ നമുക്ക് ആ ഒരു വാല്യൂ കിട്ടത്തില്ല അല്ലേ. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ച് തുടങ്ങുന്ന സമയം നമ്മളിലേക്ക് വരാനുള്ളതെല്ലാം വരുമെന്ന് പറയത്തില്ലേ, അത് തന്നെയാണ് കാര്യം. ഇയാൾക്ക് ഭയങ്കര ടെൻഷനാണ്, നിങ്ങൾ വിട്ടു പോകുമോ എന്നുള്ള ടെൻഷനാണ് കേട്ടോ. പിന്നെ 2 സിറ്റുവേഷൻ ഉണ്ട്, രണ്ടിലേത് ചൂസ് ചെയ്യണം ചൂസ് ചെയ്യണ്ടെന്നൊക്കെ വിചാരിച്ച് തന്നെ നിൽക്കുവാണ്. ദ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. പെട്ടെന്നൊരു മിറാക്കിൾ ഇനി സംഭവിക്കും. ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നുമുണ്ട് കേട്ടോ. ഇല്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ആരുടെയെങ്കിലും എടുത്തു പോയോ, നിങ്ങൾക്ക് ഇനി ഒരു തേർഡ് പാർട്ടി വന്നോ, ഇനി നിങ്ങൾ ഇയാളുടെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുത്തോ എന്നൊക്കെ ഉള്ള ഓവർ തിങ്കിങ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് കേട്ടോ. ടെൻഷനാണ്, ഭയങ്കര ടെൻഷനാണ്. ടെൻഷൻ കാണാൻ ഇരിക്കപ്പുറത്ത് ഇല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ. നമുക്കിനി കുറച്ച് മെസ്സേജ് നോക്കാം കേട്ടോ. നമുക്ക് മെസ്സേജ് ഒന്ന് നോക്കാവേ. മെസ്സേജും ക്ലൂ ഒക്കെ വരും കേട്ടോ. ഐ മിസ് യു, ഞാൻ പറഞ്ഞില്ലേ ഐ മിസ് യു. നിങ്ങളെ മിസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വക ടോക്ക്. നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാകാം, ഉടനടി മറക്കാൻ കഴിയണില്ല. പിന്നെ നിങ്ങളോട് പറയാനുള്ള ഇതാണേ, ടച്ച് മീ. ഇത് രാവിലെയും വന്നായിരുന്നു കേട്ടോ. ഈ ഫിസിക്കലായിട്ടുള്ള ബന്ധം മാത്രം കൊണ്ടുപോകുന്നവർ കാണുവേ. കാരണം അങ്ങനെ ഒരു മൈൻഡ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നൊരു തോട്ട് വരുന്ന ചിലരുടെ ഇതും വന്നിട്ടുണ്ട് കേട്ടോ. അതല്ല ഇനിയിപ്പം എന്തെങ്കിലും ഇത് നിങ്ങൾ തമ്മിൽ അങ്ങനെയൊക്കെ ഇത് കൊണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കാർഡിൽ കാണുന്ന കാര്യം മെസ്സേജ് കാണുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കോള് വരുമോ എന്നുള്ളതാണ്. നമുക്ക് പെൻഡുലത്തിനോട് ചോദിക്കാം കോള് വരുമോ എന്നുള്ളത്. അപ്പം എല്ലാവരും മനസ്സമാധാനമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ ചോദിക്കാൻ പോവാണ്, നിങ്ങൾക്ക് കോള് വരുമോ ഇല്ലയോ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉടനെ വിളിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. കൊച്ചു കടന്ന് കാറുന്നു. ഓം നമഃശിവായ, ഓം നമഃശിവായ മഹാദേവ, ഓം നമഃശിവായ. എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ തന്നെ കോൾ ചെയ്യുമോ മഹാദേവ, ഓം നമഃശിവായ. ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ ഉടനെ അവരെ കോൾ ചെയ്യുമോ? ഓം നമഃശിവായ, ഓം നമഃശിവായ മഹാദേവ, ഓം നമഃശിവായ, ഓം നമഃശിവായ. താങ്ക് യു. ഓം നമഃശിവായ, ഓം നമഃശിവായ. എന്നെ കാണുന്ന എൻ്റെ വ്യക്തികളുടെ പേഴ്സൺ അവരെ ഉടനെ കോൾ ചെയ്യുമോ? ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ, ഓം നമഃശിവായ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് മഹാദേവ. ഓ മഹാദേവ, ഓ ഗോഡ് പ്ലീസ്. നമഃശിവായ, നമഃശിവായ, നമഃശിവായ. ഭയങ്കര പവറാട്ടോ. ഞാനൊന്നും ചെയ്യുന്നില്ല. യെസ് എന്നാണ് കേട്ടോ. അങ്ങോട്ടും ഒന്ന് ട്രൈ ചെയ്യാൻ പറയുന്നുണ്ട്. ചെക്ക് അഗെയിനിലേക്കും വന്നിട്ടുണ്ട് കേട്ടോ. അതായത് അങ്ങോട്ടൊന്ന് ട്രൈ ചെയ്യുമെന്നും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ യെസ് എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ. ചിലർക്കൊക്കെ കോള് വരും, ചിലർ അങ്ങോട്ട് ട്രൈ ചെയ്യാനും പറയുന്നുണ്ട് കേട്ടോ. അപ്പം വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കിടപ്പുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഞാൻ ടാഗ് ചെയ്തേക്കാം. എൻ്റെ ഇതിനകത്ത് സൗണ്ട് കട്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ. എന്നാൽ ശരി, ഓക്കെ. നമഃശിവായ.